പേരറിയാൻ അടുത്ത് പോയിട്ട് കേട്ടോ. സൺഫ്ലവർ ഇങ്ങനെയാണ് ഇവിടെ ഓപ്ഷൻ നടക്കുക കേട്ടോ. റൂമിൽ വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. നല്ല സ്മെല്ലുണ്ട്. മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത് വരുന്നത്. സെക്കൻഡ് ഫ്ലോറിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. താഴെ മൊത്തം ഫ്ലവർ മാർക്കറ്റ്. ഓരോ കളർ നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ച പോലെ ഉണ്ട്. മാർക്കറ്റ് അവിടെ തുറന്നേക്കാനായിട്ട് ഓപ്ഷൻ ഉള്ളത്. എല്ലാവരും തിരക്ക് കൂട്ടിയിട്ടാണ് അവിടെ ലൈറ്റ് ഒക്കെ അടിച്ചു നോക്കിയിട്ട് ഇവരാണ് ഓപ്ഷൻ നടത്തുന്ന ടീംസ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ചൈനയിലത്തെ കുൻമിങ് എന്ന് പറഞ്ഞ സ്ഥലത്തെ ദോനാൻ എന്ന് പറഞ്ഞൊരു ഫ്ലവർ മാർക്കറ്റിലേക്ക് വന്നേക്കാൻ കേട്ടോ. ഈ ബാക്കിൽ കാണാൻ എൻ്റെ ഉള്ളിലേക്ക് കയറി പോയാലാണ് നമുക്ക് ദോനാൻ ഫ്ലവർ മാർക്കറ്റിലോട്ട് കയറുക. ഇത് എവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഫുള്ളി വണ്ടികളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഓരോ വണ്ടിയിലും ഫ്ലവറാക്കി കൊണ്ടുവരുന്ന വണ്ടികളാണ്. അപ്പോൾ ഇവിടുത്തെ കാര്യം എന്ന് പറയുകയാണെന്ന് വെച്ചാൽ 3 ടൈമാണ് മെയിനായിട്ട് ഓപ്ഷൻ നടക്കുക. ഒന്ന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നടക്കുന്നത് മോർണിംഗ് 2 o'clock-നാണ്. 2 to 5 o'clock, മോർണിംഗ് 2 AM to 5 AM. അതാണ് മെയിനായിട്ടുള്ള ഓപ്ഷൻ നടക്കുന്ന സ്ഥലം. ഇതിൻ്റെ ഉള്ളിൽ ഏകദേശം 4000 മറ്റേ പൂക്കടകൾ തന്നെ ഉണ്ട്. 1000 കൂടുതൽ പൂ കച്ചവടക്കാരും ഉണ്ട്. അപ്പോൾ ഇത് 1999-ലാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. 1987 ഇങ്ങനെ ഫോർമൽ അല്ലാണ്ട് സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു 1999-ലാണ് ഇത് ഏഷ്യയിലത്തെ തന്നെ ബിഗസ്റ്റ് ഫ്ലവർ മാർക്കറ്റായിട്ട് വരുന്നത്. ഏകദേശം 50 കൺട്രീസിലോട്ട് ഇവിടെ നിന്ന് ഫ്ലവർ എക്സ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ലോകത്തിലെ തന്നെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു സംഭവം തന്നെ പറയാം. നമ്മൾ ഇതിൽ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഏഷ്യയിലത്തെ ബിഗസ്റ്റ് എന്നാണ് കാണിച്ചേക്കുന്നത്. ഏറ്റവും കൂടുതൽ ഫ്രഷ് ഫ്ലവേഴ്സ് കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണിത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേറെയും കുറേ ഇങ്ങനെ ഫ്രൂട്ട്സും ഫുഡിൻ്റെ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഉള്ളിലോട്ട് പോയി നോക്കാം. ഫ്ലവർ ആർട്ട് പഠിപ്പിക്കുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പ്ലാസ്റ്റിക് ഫ്ലവേഴ്സാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഫ്ലവർ കേക്ക് ഫാക്ടറി ഉണ്ട് അവിടെ. നമുക്ക് അതിലൊന്ന് പോയി നോക്കി നോക്കാം. ഫ്ലവർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കേക്ക്സ്. ഇവിടെ നമ്മൾ നേരത്തെ ഒരു സ്വീറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലവർ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഫ്ലവർ കേക്ക് ഫാക്ടറിയാണ് വരുന്നത്. മൊത്തം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലവർ കേക്ക്സാണ് ഇവിടെ വരുന്നത്. ഓരോ ക്യാൻഡീസും സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് കുറേ എക്സ്പോർട്ടും സാധനങ്ങളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇത് ഫ്ലവർ ഹലോ ഫ്ലവർ വെച്ചിട്ടുള്ള ഓരോ കേക്കുകളാണ് ഈ കാണുന്നത്. ഇതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റാനാണ് കേട്ടോ. ഇങ്ങനത്തെ ഓരോ ഫ്ലവേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഫ്ലവറിൻ്റെയൊക്കെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോന് ഏകദേശം വരുന്നത് 320 RMB. നാട്ടിലത്തെ ഒരു 3500 രൂപ അടുപ്പിച്ചിട്ട് വരും. ഇത് പിന്നെ ഓരോ ചായയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓരോ ഫ്ലവേഴ്സിൻ്റെ സാധനങ്ങളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ അത് പ്ലം വൈനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഫ്ലവർ വെച്ചിട്ടും വൈനുണ്ടോ? ഇത് ഫ്ലവർ വെച്ചിട്ടുള്ള വൈനാണ് ഇവിടെ വരുന്നത്. മുല്ലമുട്ട് പോലത്തെ സാധനമാണ് കേട്ടോ. അത് ഡ്രൈ ആക്കിയിട്ടുള്ള പോലത്തെ മുല്ലമുട്ടിൻ്റെ സംഭവമാണ് വരുന്നത്. 420 yuan per kg. 420 yuan എന്ന് പറയുന്നത് ഏകദേശം ഒരു 4500 രൂപയാണ് വരുന്നത്. ഇവിടെ എല്ലാവരും പൂ മേടിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അത്രയും പൂ ചീപ്പായിട്ട് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ കാക്ടസിൻ്റെയും കുറച്ച് സാധനങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഭംഗിക്കൊക്കെ റൂമിൽ വെക്കുന്ന കുറച്ച് സാധനങ്ങളാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഇവിടെ കുറേ വെറൈറ്റി ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മെയിൻ മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട് കയറാം. എവിടെ നോക്കിയാലും പൂക്കളാണ് ഗൈസ്. എവിടെ നോക്കിയാലും പൂക്കൾ. നമ്മളിപ്പോൾ സെക്കൻഡ് എൻട്രൻസിലോട്ടാണ് കേട്ടോ കയറുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കുറേ എൻട്രൻസ് വരുന്നുണ്ട്. നമ്മളപ്പുറത്ത് നോക്കിയപ്പോൾ 8-9 എൻട്രൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പൂക്കൾ തുടങ്ങി ഇവിടെ. ഓണത്തിനൊക്കെ ഇവിടെ നിന്നിട്ട് പൂ കയറ്റി അയച്ചാൽ നമുക്ക് നാട്ടിലോട്ട് ഓരോ തരത്തിലുള്ള റോസാ പൂക്കളുണ്ട് ഇവിടെ. പിന്നെ റെഡ് റോസ് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ ഇവിടുത്തെ. ഇതാണ് ഗൈസ് ദോനാൻ ഫ്ലവർ മാർക്കറ്റ്. നിങ്ങൾക്ക് ഒരു ഏരിയയിൽ ഇത് ഫ്ലവറിൻ്റെ ഓരോ സെൻറ്റിൻ്റെ ഐറ്റംസാണ് ഈ സംഭവം വരുന്നത്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ ഫ്ലവേഴ്സിനുള്ള അതിൻ്റെ വിത്തുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. സൺഫ്ലവറിൻ്റെ വിത്തുണ്ട്. ഇതെന്താ തൊട്ടാവാടീൻ്റെ വിത്തൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബൊക്കെ പോലത്തെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇതൊക്കെ ഫ്രഷ് ഫ്ലവേഴ്സാണ്. അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അതായത് മൊത്തം പോലത്തെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ, വെറൈറ്റി ഐറ്റംസ്. പിന്നെ അത് അടുത്ത പൂക്കൾ, വീണ്ടും പൂക്കൾ. നമുക്ക് പേരറിയാത്ത പൂക്കളാണ് മൊത്തം ഉള്ളത് ഇവിടെ. നല്ല ഫ്രഷ് ഫ്ലവേഴ്സ് വേറെയും ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഇങ്ങനെ വിരിഞ്ഞ് വരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ മേടിച്ചാൽ മതി. വീട്ടിലെത്തുമ്പോഴേക്കും വിരിഞ്ഞോളും അല്ലാതെ. എന്തൊക്കെയാവും ഇതിൻ്റെ പേര്? ഈ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ പേരറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് കമൻ്റ് അടിക്കണം കേട്ടോ. കാരണം ഇത് എന്താ ഫ്ലവേഴ്സിനെ പറ്റിയിട്ടൊന്നും നമുക്ക് അത്ര വലിയ വിജ്ഞാനമില്ല. അപ്പോൾ ഇത് ഇവിടെ അറിയാത്ത കുറേ സൂപ്പർ ഫ്ലവേഴ്സ് ഉണ്ട്. അത്രേ നമുക്ക് അറിയുള്ളൂ. ഇതിൻ്റെ ദാഹുവാന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഇവിടെയും കുറേ കുഞ്ഞു ഫ്ലവേഴ്സ് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ പല കളറിലുള്ള സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ. ചെമ്പരത്തി ഇല്ല ഗൈസ്. അതാണ് നമുക്കൊക്കെ മനസ്സിലാവാത്തത്. നമുക്ക് ആകെ കുറച്ച് പൂവിൻ്റെ പേരറിയുള്ളൂ. അപ്പോൾ അതിൽ കുറച്ച് സാധനങ്ങളൊന്നും കാണാനില്ല കേട്ടോ. ആൾക്കാരെല്ലാവരും കയ്യിൽ ഓരോ കെട്ട് പൂ അടിച്ചിട്ട് പോവുക.
എന്തൊക്കെ ചെയ്യാ, നമ്മൾ മേടിക്കേണ്ടി വരുന്ന തോന്നുന്നു ഇങ്ങനത്തെ ഓരോ പൂ. പക്ഷെ ആർക്കും കൊടുക്കാനാ? കുറേ പൂക്കളുണ്ട് ഇവിടെ. ടവർ കണക്കൊക്കെ പൂ പിടിച്ച് നിൽക്കുന്നുണ്ട് ആൾക്കാർ. എല്ലാം ഭയങ്കര ചീപ്പാണ് കേട്ടോ. 15 രൂപയാണുള്ളൂ ഈ ഒരു ഫുൾ സെറ്റിന്. ഇത്രയും മൊത്തം സെറ്റിന് ആകെ 150 രൂപ വരുന്നുണ്ട്. റോസാപ്പൂവിൻ്റെ ഒരെണ്ണം മേടിക്കുകയാണെന്ന് വെച്ചാൽ 15 രൂപ, 150. 2 മേടിക്കുകയാണെന്ന് വെച്ചാൽ 250. ചീപ്പാണ് കൈസ്, വാൻ ചീപ്പാണ്. ആ സൈഡിലോട്ടൊക്കെ ഫുൾ ഈ മാർക്കറ്റ് അങ്ങ് കിടക്കുക. നമുക്ക് എന്തായാലും ഒരു ഭാഗമൊക്കെ നടന്ന് കാണാം. പേരറിയാൻ അടുത്ത് പോയിട്ട് കേട്ടോ. സൺഫ്ലവർ തോന്നുന്നത്. സൺഫ്ലവറിന് പല രൂപത്തിലുള്ളത്. അത് ഇങ്ങനെ ഒരു സെറ്റിനാകെ 10 രൂപ. 10 രൂപ എന്ന് പറയുമ്പോൾ 120 രൂപ. ഇതൊക്കെ 10 രൂപയാണേ ഉള്ളൂ. ഒക്കെ ഒരു സെറ്റ് 10 രൂപ. വലിയ പൂ കേട്ടോ. പിന്നെ കുറേ സാധനം ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് വരും കേട്ടോ. അങ്ങനത്തെ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒപ്പം തന്നെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെയും തരും. പിന്നെ ഈ ഒരു ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഓരോ ഫ്ലവർ വേസസ് ആണ് ഇവിടെ ഉള്ളത്. വെറൈറ്റി ഫ്ലവർ വേസസ് ഉണ്ട് ഇവിടെ. പിന്നെ കുറേ കമ്മലൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെടികളുടെ ഒരു ഏരിയ. മാർക്കറ്റ് വലുതാണ്. ഇവിടെ കുറേ ക്യാൻഡിൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. പൂവൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള കുറേ ക്യാൻഡിൽസ്. അതേപോലെ പിന്നെ കുറേ പെർഫ്യൂംസിൻ്റെ പോലത്തെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട് വെച്ചിട്ടുള്ളത്. പിന്നെ അപ്പുറത്തേക്ക് വലിയ സൺഫ്ലവർ ഉണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെയും പൂവിൻ്റെ ഓരോ ചെടികൾ മേടിക്കാം കേട്ടോ. വിത്ത് റൂട്ടൊക്കെ ആയിട്ട് ഇങ്ങനത്തെയും ഓരോ പൂവിൻ്റെ ചെടി മേടിക്കാനൊക്കെ ഇത് വരുന്നുണ്ട്. 15 ഗ്രാംസൊക്കെ വരുന്നുണ്ട് ഇതിന്. വേറെ എന്തൊക്കെ മരം കണക്ക് ബോൺസായി കണക്കുള്ള സാധനങ്ങളൊക്കെ വന്നു കേട്ടോ. അത് ബോൺസായി ഒക്കെ ഉണ്ട് ഇവിടെ. ബോൺസായി മേടിക്കാം. എവിടെയും വെച്ചിട്ടുണ്ട് ബോൺസായി. ഇതൊക്കെ ദോശാവാ? ഈ വലിയ ദോശമാ. ഇതിങ്ങനത്തെ ഒരെണ്ണം ബോൺസായിനൊക്കെ വരുന്നത് ഏകദേശം 160 യുവാൻസ് ആണ് വരുന്നത്. ഇവിടെ ഇങ്ങനെയും വരുന്നുണ്ട് കേട്ടോ. ഓരോ പൂക്കൾ വരുന്നുണ്ട്. നമുക്ക് ഏത് സാധനം വേണമെങ്കിൽ ഇവിടെ നിന്ന് മേടിക്കാം. എല്ലാ പൂവും ഉണ്ട്. ലോകത്തുള്ള എല്ലാ പൂവും ഇവിടെ കിട്ടുന്നുണ്ട്. ഏകദേശം പറഞ്ഞല്ലേ നമ്മൾ 50 കൺട്രീസിലോട്ടും പൂക്കൾ പോകുന്നത് ഇവിടെ നിന്നാണ് മെയിനായിട്ട് പോകുന്നത്. വേറൊരു ഫ്ലവേഴ്സിൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ ഈ ഒരു സെക്ഷൻ വരുന്നത്. ഇവിടെ ഫ്ലവറിൻ്റെ ആ ഒരു ബണ്ണൊക്കെ വരുന്നുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കുക്കി പോലത്തെ ഒരു സാധനമാണ്. ഇതിൻ്റെ ഉള്ളിൽ ഫ്ലവർ അരച്ചിട്ട് മധുരമൊക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ് വരുന്നത്. പിന്നെ ഇവിടെ എന്തൊക്കെയാണെങ്കിൽ ഫ്ലവർ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ ഫ്ലവറിൻ്റെയും ജ്യൂസാണ് കേട്ടോ അവിടെ വെച്ചേക്കുന്നത്. റോസിൻ്റെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ ഉള്ളത്? ഇത് മൊത്തം ആൽക്കഹോളാണ് വരുന്നത്. ഫ്ലവറിൻ്റെ ബൈജോ എന്ന് പറഞ്ഞ സാധനം. പിന്നെ ഫ്ലവറിൻ്റെ വൈന് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇവിടെ ഓപ്ഷൻ നടക്കുക കേട്ടോ. ഈ ഓപ്ഷൻ നടക്കുന്നതിൻ്റെയാണ് ഫുൾ പുതിയ ടെക്നോളജി വെച്ചിട്ടുള്ള ഓപ്ഷൻ നടക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ഫുൾ റോസ് കൊണ്ട് ഒരു ടെഡി ബിയറിനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓപ്ഷൻ നടക്കുന്നത് മുകളിൽ നടക്കുന്നത് ഇങ്ങനെയാണ്. രാവിലെ 2 to 5 o'clock ഇവിടെ നടക്കുന്നത്. ഫ്ലവറിൻ്റെ എസെൻസിലുള്ള ഓരോ സോപ്പിൻ്റെ ഐറ്റംസാണ് കൊടുത്തേക്കുന്നത്. റൂമിൽ വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. നല്ല സ്മെല്ലുണ്ട്. നല്ല അട്ടി സ്മെല്ലാണ് എടുക്കുന്നത്. ഇത് റോസിൻ്റെ ഒരു ഫ്ലേവറും മേടിച്ചിട്ടുണ്ട്, വേറൊരു ഫ്ലേവറും. ഇത് രണ്ടും കൂടെ മേടിക്കാൻ ആകെ 15 യുവാൻസ്. അതായത് നാട്ടിലത്തെ ഏകദേശം ഒരു 200 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ ഇത് റൂമിൽ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷം മുതൽ 2 വർഷം വരെ മണം നിൽക്കുന്നതാണ് ഈ ആയി പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ വേറെയും കുറേ കാറ്റാടി പോലത്തെ കുറേ കളർഫുള്ളായിട്ടുള്ള കുറേ പൂക്കളും ഇവിടെ കാണാനുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തോട്ടുള്ള ഏരിയ വരുന്നത് മൊത്തം തന്നെ പാക്കിങ് നടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. എക്സ്പോർട്ടിനുള്ള പാക്കിങ് നടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പുറത്തേക്ക് വരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് ഇത് ഫുള്ള് ഇവിടെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്യുന്നതൊക്കെ ഇവിടെ കാണാം. ഒരുവിധം എല്ലാ ഷോപ്സുകാരും ഇപ്പോൾ അടുത്ത ഓപ്ഷനുള്ള സമയമായിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ ഓപ്ഷൻ്റെ അവിടേക്ക് നമുക്ക് കയറാൻ പറ്റിയോ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അതിനുള്ള സെറ്റപ്പിലാണ് ഇവരെല്ലാം ആയിക്കൊണ്ടിരിക്കുന്നത്. കണക്കുള്ള എന്തോ ഒരു പൂവാണ് കേട്ടോ. എന്താ സംഭവം എന്നറിയില്ല. ഒരു അമ്മച്ചിയാണ് ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത്. പ്രായമൊന്നും ഒരു വിഷയമല്ല. ഇനി നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലൊന്ന് കയറി വെക്കാം. സെക്കൻഡ് ഫ്ലോറും ഉണ്ട് ഈ ഒരു ബിൽഡിങ്ങിന്. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ എന്താ ഉള്ളതെന്നൊക്കെ നമുക്ക് അവിടെ നോക്കി നോക്കാം. മോളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഇട്ടത് വരുന്നത്. സെക്കൻഡ് ഫ്ലോറിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. താഴെ മൊത്തം ഫ്ലവർ മാർക്കറ്റാണ്. ഏറ്റവും വലിയ ഫ്ലവർ മാർക്കറ്റാണ്. പിന്നെ ഇനി സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്നാൽ സെക്കൻഡ് ഫ്ലോറിൽ എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ എന്താ പൂ തന്നെ, അല്ലാണ്ട് എന്ത് എവിടെ നോക്കിയാലും കുറേ വ്യത്യസ്തമായിട്ടുള്ള പൂവുണ്ട്. പൂ വെറൈറ്റി ആയിട്ടുള്ള കുറേ സോപ്പുകൾ ഇരിക്കുന്നുണ്ട്. പിന്നെ പൂവിൻ്റെ ഒരു ലോകം, പൂവിൻ്റെ മഹാലോകം. പൂ എന്നൊക്കെ പറഞ്ഞാൽ ഇമാതിരി കുറേ പൂ വേണം. നമുക്ക് ഓണത്തിന് നമുക്ക് ഇറക്കണം. ഓണത്തിന് ഇവിടെ നിന്ന് ഓരോ വെറൈറ്റി പൂക്കളൊക്കെ ഇട്ടിട്ട് നമുക്ക് പൂക്കൾ ഉണ്ടാക്കാം. ഇങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ.
ഭംഗിക്ക് വയ്ക്കുന്ന ഓരോ ഷോക്കി ഐറ്റംസ് പോലത്തെ ഐറ്റംസാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇവിടെ 10 യുവാന് 3 എണ്ണം, അല്ല 10 യുവാന് ഒരെണ്ണം, ഇങ്ങനെ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ 10 യുവാൻ, 3 എണ്ണം എടുക്കുകയാണെന്ന് വെച്ചാൽ 25 യുവാൻ. വലിയ സാധനം ഉണ്ട് കേട്ടോ അവിടെ. എന്താ കണ്ടാൽ തന്നെ പേടി വന്നു. ഇത് മുൾച്ചെടി പോലത്തെ എന്തോ സാധനമാണ്. പിന്നെ ഇവിടെ നമ്മുടെ ഫ്ലവറിൻ്റെ ബിസ്ക്കറ്റ് പോലത്തെ ആ സാധനമുണ്ട്, കുക്കീസ് ഉണ്ട്. കാണുമ്പോൾ തന്നെ പേടി വന്നു. എന്ത് പക്ഷേ ചൈനക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഹിബിസ്കസ് ഇറക്കാം, ചെമ്പരത്തി ഇറക്കാം. നമുക്ക് കണ്ടുപിടിച്ചില്ല നമ്മൾ, ചെമ്പരത്തി ഒഴിക്കുക, ബാക്കി എല്ലാ പൂക്കളും ഉണ്ട് ഇവിടെ. നമുക്ക് ഫ്ലവറിൻ്റെ ഒപ്പം തന്നെ കുറച്ച് പൂമ്പാറ്റി ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഫ്ലവറിലേക്ക് വരുന്ന ഒരു പൂമ്പാറ്റ ജീവന, അതായത് റിയൽ പൂമ്പാറ്റ തന്നെ, പിന്നെ അതേപോലെ റിയൽ ഫ്ലവർ തന്നെ ആക്കിയിട്ട് ഇങ്ങനെ നമുക്ക് ഷോക്കി ആയിട്ട് വയ്ക്കാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഏതൊക്കെ പൂമ്പാറ്റകൾ, പൊളി ബട്ടർഫ്ലൈസ് ഒക്കെ ഉണ്ട് ഇവിടെ. സൂപ്പർ സാധനങ്ങളുണ്ട് കേട്ടോ, നല്ല വെറൈറ്റി ആയിട്ടുള്ള ഓരോ ഐറ്റംസ്. ഇതൊക്കെ നോക്കൂ, ഓരോ കളർ നമ്മൾ പെയിൻറ് ചെയ്ത് വെച്ച പോലെ ഉണ്ട്. ഇതൊക്കെ ഒറിജിനൽ ഐറ്റംസ് ആണ് കേട്ടോ. ഇതിനൊക്കെ ഇത് വില കൂടുതലാണ്, 10 യുവാനാണ് ഒരെണ്ണത്തിന് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 6 എടുത്തു കഴിഞ്ഞാൽ 10 യുവാനേ ഉള്ളൂ. നമ്മൾ വേറെ പുറത്ത് എവിടെ മേടിക്കുകയാണെന്ന് വെച്ചാൽ ഒരെണ്ണത്തിനെങ്കിലും 10 യുവാൻ വരും. 6 എണ്ണത്തിന് ആകെ 120 രൂപ വരുന്നുണ്ട്. ഇവിടെ വെറൈറ്റി ഫ്ലവേഴ്സ് വേറെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് വിചാരിക്കും, പക്ഷേ ഇതെല്ലാം ഒറിജിനൽ ഐറ്റംസാണ്. പക്ഷേ എന്താ ഉപ്പൊക്കെ പോലത്തെ സാധനമൊക്കെ താഴെ ഇട്ട് കൊടുത്തേക്കുന്നത്, എന്താ സംഭവം എന്നറിയില്ല. ഫ്ലവർ ടീ ആണ് ഈ ഐറ്റംസ് മൊത്തം വരുന്നത്. പിന്നെ ഫ്ലവറിൻ്റെ നേരത്തെ കണ്ട പോലത്തെ ചോക്ലേറ്റും ഐറ്റംസൊക്കെയാണ് ഇവിടെ. ഗൈസ്, ഫ്ലവർ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലവറിന് പ്രാന്തുള്ളവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തിരിച്ച് പോവുകയില്ല. കാരണം അത്രയും മാനം ഫ്ലവേഴ്സ് ഉണ്ട്, പേരറിയാത്ത കുറേ ഫ്ലവേഴ്സ്, കുറേ സാധനങ്ങൾ. അത് അത്രയും ചീപ്പായിട്ട്, അത്രയും വളരെ ചീപ്പ് റേറ്റിലാണ്, ഭയങ്കര ചീപ്പായിട്ടാണ് ഫ്ലവേഴ്സ് മൊത്തം ഉള്ളത്. നമുക്കിപ്പോൾ ഫ്ലവേഴ്സ് അങ്ങനെ ക്രേസില്ല, ഫ്ലവേഴ്സ് മേടിച്ചിട്ട് എന്ത് ചെയ്യാൻ, ഇപ്പോൾ എന്തായാലും തിരിച്ച് കൊണ്ടുപോകാൻ കാര്യങ്ങളൊന്നും പറ്റില്ല. അപ്പോൾ നമ്മളൊന്നും അധികം മേടിക്കണമെന്നില്ല. നമ്മൾ ഇവിടെ കുറച്ച് മറ്റേ ആ സെൻറ്റ് പോലത്തെ സാധനം മേടിച്ചിട്ട് റൂമിൽ വെക്കാനുള്ള അത് നമുക്ക് നോക്കാം. പൂവ് മാത്രമല്ല കേട്ടോ, ആമയൊക്കെ ഉണ്ട് ഇവിടെ, പലതരത്തിലുള്ള ആമ. അതെ, വാലുള്ള ആമയൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കളർഫുൾ ആമകൾ, ഇത് പെറ്റാക്കിയിട്ട് ചെയ്യുന്ന കുറേ കളർഫുൾ ആമകളാണ് കേട്ടോ. ആമയുടെ തോടിൻ്റെ മുകളിൽ കുറേ പെയിൻ്റൊക്കെ അടിച്ച് വെച്ചിട്ട്, പിന്നെ ഇതെന്തോ വേറെ എന്തെല്ലോ ജീവികളൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ. വെള്ളം കുടിക്കുന്ന ലവ് ബേർഡ്, പുറത്തിരുന്ന് വെള്ളം കുടിക്കുന്ന ലവ് ബേർഡ്. ഇവിടെ വന്നാലും സോവിനിയേഴ്സ് മേടിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ദോനാൻ്റെ സ്പെഷ്യൽ സോവിനിയേഴ്സാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ യുനാൻ്റെ സ്പെഷ്യൽ സോവിനിയർ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മഷ്റൂം ഉണ്ട്, യുനാൻ്റെ മെയിൻ ആയിട്ടുള്ള ഫുഡാണ്. പിന്നെ ഫ്ലവർ മാർക്കറ്റിൻ്റെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു സോവിനിയേഴ്സ് നോക്കിയിട്ട് നമുക്ക് മേടിക്കാം. 3D സോവിനിയറാണ് കേട്ടത്. പുറത്തേക്കൊക്കെ അയക്കണം വെച്ചാൽ ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കിങ് വരുന്നത്. അപ്പോൾ ഈ പാക്കിങ്ങിൻ്റെ രീതിയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു വെറ്റ് സംഭവങ്ങളിലാക്കിയിട്ടാണ് ഇത് ഫ്രഷ് ആയിട്ട് അങ്ങനെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഡു നോട്ട് റെഫ്രിജറേറ്റ് ഇൻ 55 to 65 ഡിഗ്രി ഫാരൻഹീറ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു പാക്കിംഗ് മെത്തേഡ് വരുന്നുണ്ട്. ഫ്ലവറായിട്ട് ഫുൾ വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അടുത്ത ഓപ്ഷനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഓപ്ഷന് വേണ്ടിയിട്ട് വണ്ടികളൊക്കെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഓരോ വണ്ടിയിലും ഫുൾ പൂവുകളാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട് വണ്ടികൾ. നമുക്ക് ആ സൈഡിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം, കാണാൻ പറ്റുമോ എന്നുള്ളത്. ഇവിടെയൊക്കെ എല്ലാ വണ്ടിയിലും പൂക്കളാണ്, എല്ലാവരും വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇവിടെ മൊത്തം വണ്ടിയിൽ പൂക്കൾ, എല്ലാവരും വെയിറ്റിംഗ്. പല രീതിക്കുള്ള പല വിധത്തിലുള്ള പൂക്കൾ. ഈ പൂവൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഒക്കെ ഫുള്ള് ഇവിടെ നിന്ന് ഓരോ ഫാമൊന്നും സാധനങ്ങളിലുമായിട്ട് കൊണ്ടിരുന്നതാണ്. ഏറ്റവും വലിയ ഫ്ലവർ ഫാമുള്ളതും ഈ ഒരു ഭാഗത്താണ്. ഇവിടെ എല്ലാവരും നിൽക്കുന്നു. ഫ്രഷ് ഫ്ലവേഴ്സാണ് കേട്ടോ. ഇപ്പോൾ 6 o'clock ഓപ്ഷന് വേണ്ടിയിട്ടുള്ള ഫ്രഷ് ഫ്ലവേഴ്സാണ് ഈ കാണുന്നത് മൊത്തം. സൂപ്പർ ഫ്ലവേഴ്സാണ് ഇവിടെ. ഹലോ മുട്ടായിട്ട് നിൽക്കുന്ന സൂപ്പർ ഫ്ലവേഴ്സ്. ഇത്രയും വണ്ടികൾ ഇപ്പോഴത്തെ ഒരു ഇതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് ഇവിടെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇത്രയും വണ്ടികൾ ഇവിടെ വെയിറ്റ് ചെയ്യണത് മൊത്തം ഇപ്പോഴത്തെ ഒരു ഓപ്ഷന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഒരു 5 ഇരട്ടി 10 ഇരട്ടിയാണ് രാവിലെ 2 മണിക്ക് മുതൽ 5 മണി വരെ ഉള്ളത്. മാർക്കറ്റ് അവിടെ തുറന്നേക്കാനായിട്ട് ഓപ്ഷനുള്ളത്. എല്ലാവരും തിരക്ക് കൂട്ടിയിട്ടാണ് അവിടേക്ക് ഫ്ലവർ ആ മാർക്കറ്റിലേക്ക് ഓപ്ഷന് വേണ്ടിയിട്ട് പോകുന്നത്. രക്ഷപ്പെടുന്നൊക്കെ കേട്ടോ, മാറി നിൽക്കണമെന്നൊക്കെ ഒന്നും പറയുന്നത്. എല്ലാ വണ്ടിയിൽ നിന്നും ഇവിടെ പൂക്കൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
പൂവ് മൊത്തം ഇവിടെ ഇറക്കുന്നുണ്ട്. നമുക്ക് നോക്കി നോക്കാം ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്. ഇവിടെയാണ് ഓപ്ഷൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇത്രയും സെറ്റ് പൂവിറക്കി ഇവിടെ ടീം മേടിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ റോസിൻ്റെ ഒരു ഏരിയയിലോട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. ഫുൾ റോസാപ്പൂക്കളാണ് ഇവിടെ ഉള്ളത്. പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോസസ് ഇവിടെ ഉണ്ട്. ഓരോ കളറിലുള്ളത് റെഡ് മുതൽ വൈറ്റ് വരെയുള്ള എല്ലാ കളറിലുള്ള റോസ് ഇവിടെ അവൈലബിൾ ആണ്. ഇത് മൊത്തം റോസുകളാണ് കേട്ടോ. ലൈറ്റൊക്കെ അടിച്ച് നോക്കിയിട്ട് ഇവരാണ് ഓപ്ഷൻ നടത്തുന്ന ടീംസ് വരുന്നത്. ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മേടിക്കുന്നതാണ് ഈ സംഭവം വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതിൽ വലിയ ബയേഴ്സ് ഉണ്ടാവും. ആ ബയേഴ്സ് വന്നിട്ട് ഇതിലത്തെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കുക, അതിന് നേരെ മേടിക്കുന്നതാണ്. പിന്നെ അതിന് നേരെ അപ്പുറത്തെ സൈഡിലോട്ട് അവിടെയാണ് പാക്കിങ്ങിൻ്റെ ഏരിയ വരുന്നത്. അവിടെ നിന്ന് നേരെ പാക്ക് ചെയ്തിട്ട് ബാക്കി കൺട്രീസിലോട്ട് അയക്കും. ഏരിയയിൽ വരുന്നത് ഇങ്ങനത്തെ ഒരു വൈറ്റ് ഫ്ലവറാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല. ഇങ്ങനെ ഓരോ വൈറ്റ് ഫ്ലവേഴ്സാണ് ഇവിടെ മൊത്തം വരുന്നത്. നമുക്ക് ഗൈസ് നല്ല രസമുള്ള ഫ്ലവേഴ്സാണ് ഇവിടെ. ഫ്ലവർ മാർക്കറ്റിൻ്റെ അടുത്തൊരു സെക്ഷനിലോട്ട് നമ്മൾ വന്നേക്കുകയാണ്. ഇവിടെ അൺലോഡിങ്ങും അതേപോലെ തന്നെ ഇവിടെ നിന്ന് ബൾക്കായിട്ടുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഇങ്ങനത്തെ ഒരു സ്റ്റൂൾ പോലത്തെ ഇങ്ങനത്തെ എന്തോ ഒരു ബോക്സിലാണ് ഇവിടെ പാക്കിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടെ ഗൈസ് കുറേ ചന്ദനത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പൂവിൻ്റെ പല ഫ്ലേവറിലുള്ള ചന്ദനത്തിരി സാധനങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ മാർക്കറ്റ്. അവിടെ നമ്മളെ നേരെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഫ്ലവർ മാർക്കറ്റൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഫുൾ ഒരു പൂവിൻ്റെ ഒരു ലോകത്തിലായിരുന്നു നമ്മളിപ്പോൾ ഇത്ര നേരം ഉണ്ടായിരുന്നത്. ലോകത്തിലേക്ക് ഒരുവിധം കുറേ രാജ്യത്തിലേക്ക് ഫ്ലവർ കൊണ്ടുപോകുന്ന ഒരു മാർക്കറ്റാണ് നമ്മളിപ്പോൾ കണ്ടത്. ധോനാൻ ഫ്ലവർ മാർക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ആ ഫ്ലവർ മാർക്കറ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറേ വ്യത്യസ്തമായ കുറേ ഫ്ലവറുകളുണ്ടായിരുന്നു. ഒരുവിധം 90% പേരൊന്നും അറിയാത്ത ഫ്ലവേഴ്സ് തന്നെയാണ്. എനിക്കതൊന്നിനും പേരറിയാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലവർ മാർക്കറ്റൊക്കെ കണ്ടു. ഇനി ചൈനയിലത്തെ വേറെ ഏതെങ്കിലും സ്ഥലം നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഗൈസ്, ബൈ.